ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. നമ്മുടെ നവീനെ കുറിച്ച് മോക്ക് ശരിക്കുള്ള അഭിപ്രായം എന്താ? നവീനെ കുറിച്ചോ? നവീനെ കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ. എന്താ ചോദിച്ചേ? അല്ല, മോളൊരാളെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞാ അത് കൃത്യമായിരിക്കുമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അത് നല്ല ഐഡിയ നിർമ്മലേ. നമുക്ക് ഇപ്പൊ തന്നെ ഇവളെ കെട്ടിയിട്ടിട്ട് മറ്റവളെ തേടി ഇറങ്ങിയാലോ? നിങ്ങളോട്ട് വാ മനുഷ്യ, വാടി. ഗാഥ, സോറി, താനിതൊക്കെ ഒരു തമാശയായിട്ട് എടുത്താൽ മതി. എനിക്ക് കുഴപ്പമില്ല നവീൻ. ഇവിടുത്തെ നല്ല ദിവസം അവര് നശിപ്പിക്കാൻ നോക്കുന്നു എന്ന് ആലോചിക്കുമ്പോ സങ്കടം തോന്നാം. കേട്ടോ അമ്മേ, എത്ര നന്നായിട്ടാ മോളിപ്പോ സംസാരിക്കുന്നത്. നാഗപൂജയുടെ ഗുണോ. ഇനിയിപ്പോ വിഷു കെങ്കേമോ ആവും. എടോ, എങ്ങോട്ട് എന്നെ കൊണ്ടുവന്നേ? പ്രശ്നം ഉണ്ടാക്കണ്ട. എന്തെങ്കിലും ചെയ്യാന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. സാർ എന്തെങ്കിലും ചോദിച്ചാ കൃഷ്ണ സംസാരിക്കുന്ന പോലെ സംസാരിച്ചോണം. മോളിക്കുട്ടിയെ, എന്താണ് ശബ്ദമൊന്നുമില്ലല്ലോ രണ്ടുപേരുടെയും? കൃഷ്ണ ചോദിക്കായിരുന്നു സാറേ, നേരത്തെ ചില അമ്പലങ്ങളിൽ പോണോന്ന് സാറ് പറഞ്ഞിരുന്നില്ലേ, അവിടെ ഒന്നും പോകുന്നില്ലേന്ന്. പിന്നെ പോലോ, പക്ഷെ അങ്ങനെ മോള് ചോദിക്കില്ലല്ലോ. പിന്നെ ഞാൻ നുണ പറഞ്ഞോ? മോക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിലേ അത് മോള് നേരിട്ട് തന്നെ ചോദിക്കും. അതിൻ്റെ ഇടയിലേ ഒരാളെ ഇടിച്ചു കയറുന്ന ഏർപ്പാടൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. അത് ഞാൻ പറഞ്ഞിട്ട് തന്നെയാ ചോദിച്ചത്. അച്ഛന് തിരക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഒഴിവാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട്. തൽക്കാലം എൻ്റെ മനസ്സിൽ ഒരു ചേഞ്ചും ഇല്ല. ഇനിയിപ്പോൾ മോൾ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റാവുന്ന അത്ര അമ്പലങ്ങളിലൊക്കെ പോയിട്ട് തിരികെ പോയാൽ മതി. അമ്പലങ്ങളിൽ കയറുന്ന സമയം കൊണ്ട് എങ്ങനെയെങ്കിലും കൃഷ്ണനെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുത്താം. അത് കഴിഞ്ഞിട്ട് ഗാഥക്കളരിക്കലേക്ക് തിരിച്ചു പോയിക്കോ. എനിക്ക് എല്ലാം കൂടെ ദേഷ്യം വരുന്നുണ്ട്. എന്നീ കാറിൽ നിന്ന് എടുത്ത് ചാട്. സാറിന് എന്തെങ്കിലും സംശയം തോന്നിയാൽ തീർന്നു. മോളെ, ഇത്തവണ വിഷു ബമ്പർ എത്ര എണ്ണം എടുത്തേ? കേട്ടില്ലേ മോളെ? കേട്ടു. നമ്മളാ ഭാഗ്യശ്രീ ഏജൻസിയിൽ പോയി എടുത്തത് 250 എണ്ണം, പിന്നെ ഭഗവതി ഏജൻസിയിൽ നിന്ന് ഒരു 150, അങ്ങനെ മൊത്തം 400 എണ്ണം അല്ലേ കൃഷ്ണേ? ഇപ്പൊ എത്ര ശതമാനം മോളെ ടിക്കറ്റിന്റെ കമ്മീഷൻ? അതാർക്കാ അറിയാത്തത് സാറേ? ടിക്കറ്റിന്റെ കമ്മീഷൻ 10%. ഇതെന്താ മോളോട് ചോദിക്കുന്നതൊക്കെ? മോള് കുട്ടിയാണല്ലോ ഉത്തരം പറയുന്നത്. അത്രയും ക്ഷീണമാണോ മോൾക്ക്? എനിക്ക് ക്ഷീണമൊന്നുമില്ല. ചോദിക്കുമ്പോ ഇവള് കയറി ചാടി പറയല്ലേ. അക്കാര്യത്തില് മോളിക്കുട്ടി ആള് ബെസ്റ്റാ. പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട, ഇടയ്ക്ക് ചാടി കയറി അങ്ങ് പറഞ്ഞോളൂ. ഓടിക്കുന്നത് ഓട്ടോ അല്ലേ സാറേ? ഈ ട്രാഫിക് ഒരിക്കലും നിൽക്കുമ്പോഴേ രണ്ടുപേര് കൈകെട്ടി നിൽക്കുന്നതിനിടയിലൂടെ കയറുന്നതാ ശീലം. അത് നേരാ, അത് കലക്കി. മോളെ, എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ വേണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും വണ്ടി നിർത്താം. ഇപ്പൊന്നും വേണ്ട, പോയിക്കോളൂ. എന്റെ പൊന്ന് സാറേ, അമ്പലത്തിന്റെ കാര്യം ഇവളോട് പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് പട്ടിണി കിടക്കാൻ മാത്രമല്ല, കൂടെയുള്ള ആളെ പട്ടിണി കിടത്തുകയും ചെയ്യും. ദൈവവിചാരമുള്ള കുഞ്ഞല്ലേ, അതുകൊണ്ട് അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല മോളിക്കുട്ടി. ഞങ്ങള് കാർപ്പിള്ളിക്കാവ് മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. എങ്ങനെയെങ്കിലും അവിടെ എത്തണം. മോൾ എങ്ങോട്ടായി പോകുന്നേ? ഒന്നുമില്ല,
കുറെ നേരം ഇവിടെ വെറുതെ നിന്നപ്പോ പുറത്തേക്കൊന്ന് പോവാന്ന് വിചാരിച്ചു. പുറത്തു പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇപ്പൊ പറ്റില്ല. അതെന്താ? കണിയൊരുക്കി വെക്കണ്ടേ? എല്ലാം മോള് തന്നെ മുന്നിട്ട് ചെയ്യണമെന്നാ പൂജാരി പറഞ്ഞിരിക്കുന്നത്. സമയായി വാ. അമ്മ നടന്നോ, ഞാൻ എത്തിക്കോളാം. എന്ത് കാര്യമായാലും അതൊന്നും മാറ്റി വെക്കൂ കുട്ടി. അതല്ല, മമ്മിക്ക് ഫോൺ ചെയ്യാനാണെങ്കിൽ അതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നതിനിടയിൽ സംസാരിക്കാലോ. എനിക്ക് സംസാരിക്കാലോ സിത്താരയോട്. കുട്ടി വരൂ. അത് പിന്നെ അമ്മേ. വാ മോളെ, വാ. അമ്മേ. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്ന ആ വിശാലമായ ക്ഷേത്രം എത്തി. നമുക്ക് ആദ്യം ഇവിടെ കയറി തൊഴാം. വാ വാ. കൃഷ്ണ ഉടനെ വരും. ക്ഷേത്രത്തിനകത്ത് കയറിയാലും പെട്ടെന്ന് ഇറങ്ങാനൊന്നും നിൽക്കണ്ട. ഇനി സമയമുണ്ട് കൃഷ്ണ എത്താൻ. അവൾക്കൊരവസരം കിട്ടിയതല്ലേ, അതവള് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അല്ല, ഇന്ന് രണ്ടുപേർക്കും സ്വകാര്യം കൂടുതലാണല്ലോ. എന്താ കാര്യം മോളെ? ഒന്നുമില്ല. ആരാ കുഴപ്പം? മോളാണോ അതോ മോളിക്കുട്ടിയോ? രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല സാർ. പിന്നെ എന്താ പ്രശ്നം നിങ്ങളുടെ? ഇറങ്ങി വാ. ഛേ, മോളെ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. നമ്മുടെ നവീനെ കുറിച്ച് മോക്ക് ശരിക്കുള്ള അഭിപ്രായം എന്താ? നവീനെ കുറിച്ചോ? നവീനെ കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ. എന്താ ചോദിച്ചേ? അല്ല, മോളൊരാളെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞാൽ അത് കൃത്യമായിരിക്കുമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. വാ 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 മോളിക്കുട്ടി. എന്റെ ഫോൺ കളരിക്കല. അതിനെന്താ, അമ്പലത്തിലേക്കല്ലേ പോകുന്നത്, അല്ലാതെ ഫോണില് ഗെയിം കളിക്കാനൊന്നും അല്ലല്ലോ. ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാനേ സമയാവട്ടെ കാണിച്ചു തരുന്നുണ്ട് എല്ലാത്തിനും. സമയമാകുമ്പോ വിളിച്ചാ മതി കേട്ടോ. ഞാൻ എന്റെ ഓട്ടോറിക്ഷ എടുത്ത് നേരെ അങ്ങോട്ടേക്ക് വന്നോളാം. അയ്യാടി. എന്താ കീർത്തി? ഒന്നുമില്ല, ഗാഥ തന്നെ അല്ലേന്നൊന്ന് നോക്കിയതാ. എന്നിട്ട് എന്ത് തോന്നുന്നു? ഗാഥ തന്നെ, പക്ഷേ മറ്റേ ഗാഥയാണോന്ന് എനിക്കൊരു സംശയമുണ്ട്.